കൂത്താട്ടുകുളത്ത് CPM കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സഭയിൽ ഏറ്റുമുട്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും. കലാരാജുവിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് നടപടികളെ ന്യായീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. വസ്ത്രാക്ഷേപം ചെയ്യുന്നതോ സ്ത്രീ സുരക്ഷയെന്ന് അനൂപ് ജേക്കബിന്റെ ചോദ്യം. അഭിനവ ദുശാസനന്മാരായി ചരിത്രം ഭരണപക്ഷത്തെ അടയാളപ്പെടുത്തുമെന്ന് VD സതീശൻ ആഞ്ഞടിച്ചു. CPM കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വാഹനത്തിന് സുഖമായി കടന്നുപോകാനുള്ള സൗകര്യം പോലീസാണ് ഒരുക്കിയത്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ അനൂപ് ജേക്കബ്. ഒരു സെലിബ്രിറ്റിക്ക് നേരെ ഒരു ആക്ഷേപം വന്നപ്പോൾ നമ്മുടെ പോലീസ് എത്ര വേഗതയിലാണ് ആക്ഷൻ എടുത്തത് സാർ? ആ ശരവേഗത എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട് സാർ. FIR ഇട്ട് 3 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തില്ല. ഇതിന് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മറുപടി നൽകിയ മുഖ്യമന്ത്രി UDF-നും കലാരാജുവിനുമെതിരെ രംഗത്ത് വന്നു. LDF കൗൺസിലറെ മാറ്റിയെടുക്കാൻ ശ്രമമുണ്ടായെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയെന്നും മുഖ്യമന്ത്രി. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ജനാധിപത്യത്തിന് നിരക്കാത്ത കാലുമാറ്റത്തിൻ്റെ പ്രോത്സാഹനം വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ടത്. സാധാരണഗതിയിൽ ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? അവിടെ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളത് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. സ്ത്രീ സുരക്ഷ പറയുന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് പഴയ ചാക്കിന്റെ വിലയാണെന്ന് പ്രതിപക്ഷ നേതാവ്. സാർ, കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു? അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ, നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. പ്രസംഗത്തിനിടെ ഭരണപക്ഷം ബഹളമുണ്ടാക്കിയതോടെ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. എന്നാൽ ഭരണപക്ഷത്തിന്റെ ബഹളം സഭാ ടിവിയിൽ കാണിച്ചില്ല. ബഹളത്തിനിടെ വാക്കൌട്ട് പ്രസംഗം പൂർത്തിയാക്കി പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.